നമസ്കാരം ഭായി. നമുക്ക് കലോത്സവത്തിൽ ഇപ്പോൾ എന്താണ് ഓർമ്മകൾ? വലിയ സന്തോഷമാണ്. കാരണം നമ്മൾ തൃശ്ശൂർ പൂര സമയത്താണ് നമ്മൾ തൃശ്ശൂർ നഗരം വളരെ ഏറ്റവും സജീവമായിട്ട് കാണുന്ന ഒരു സന്ദർഭം. ഇപ്പോൾ ഒരു പൂരത്തിൻ്റെ പ്രതീതി, അതിനേക്കാൾ വലിയ ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഇവിടെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ അവിടെ എക്സിബിഷൻ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ഥലമാണ്. തേക്കിൻകാട് മൈതാനിയിൽ പൊതുവെ കുടമാറ്റവും ഇത്രമേളൊക്കെ നടക്കുന്നതാണ്. അവിടെ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള സമർത്ഥരായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികൾ വന്ന് മിന്നുന്ന കലാപ്രകടനം അവതരിപ്പിക്കുക എന്നത് കാണുന്നൊരു വലിയ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തെളിയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കലോത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ അതിൻ്റെ ഒരു പ്രാക്ടീസ്, പ്രിപ്പറേഷൻസ്, പെർഫോമൻസ് എന്ന ലെവലിൽ അതിന് ടീച്ചേഴ്സ് നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, സഹപാഠികളോടൊപ്പം അതിനൊക്കെ വേണ്ടി സഞ്ചരിച്ച് മറ്റ് ജില്ലകളിൽ പോയി പങ്കെടുത്തതിൻ്റെയും ചെറിയ സമ്മാനങ്ങൾ വാങ്ങിച്ചതിൻ്റെയൊക്കെ നല്ല ഓർമ്മകൾ ഇവിടെ കിട്ടുന്നു. പിന്നെ ഇത്തവണ അത് കാണുമ്പോൾ തോന്നിയിട്ടുള്ള ഇതിൻ്റെ ഒരു കോർഡിനേഷൻ ഗംഭീരമായിട്ടുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് സാങ്കേതികമായിട്ടും വലിയ രീതിയിൽ മുന്നേറുന്നു. അത് വലിയ സന്തോഷമാണ്. തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാൻ, കാരണം വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഒത്തുചേരുകയും നമ്മുടെ നാടിൻ്റെ ഒരു പെരുമയും ഗരിമയും ഇതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കുകയും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അടുത്തറിയുകയും ചെയ്യുന്നൊരു അവസരം നമുക്കൊക്കെ വളരെ പ്രൗഢാകാവുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രേക്ഷകരോട് ഒരു നല്ല ഓർമ്മ പങ്കുവയ്ക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 23 വർഷം മുമ്പൊക്കെ ആയിരിക്കാം, ഇതുപോലെ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആദ്യമായി ഞാൻ കോളേജിൽ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ വെച്ച്, അന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കെ ഇതുപോലൊരു ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഈ നിൽക്കുന്ന ഇതേ മാഹിക്ക അന്ന് വന്ന സമയത്ത് എനിക്കന്നൊരു സംസ്കൃതോത്സവത്തിൽ സമ്മാനം കിട്ടിയതിൻ്റെ ഒരു അഭിമുഖം കുട്ടിയായി ഞാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥിയായി ഞാൻ കൊടുക്കുന്നതിന് തുടർച്ചയായിട്ട് ആ പരിചയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും നൽകിയ പ്രോത്സാഹനത്തിലൂടെയാണ് എൻ്റെ ഒരു വിഷ്വൽ മീഡിയ എൻട്രി, ഒരു ന്യൂസ് റീഡർ എന്നുള്ള ലെവലിൽ, പിന്നെ റിപ്പോർട്ടർ എന്നുള്ള ലെവലിൽ, പിന്നീടാണ് ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ടും തുടർന്ന് മറ്റ് ചാനലുകളൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത്. യാദൃശ്യമായിട്ട് എനിക്കൊന്ന് 23 വർഷത്തിന് ശേഷമാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു നിമിത്തം കൂടെ ഉണ്ട്. വളരെ വ്യക്തിപരമായ കാര്യമെങ്കിലും ഈ അവസരത്തിൽ ഏറ്റവും അനുയോജ്യമാണ് പറയാൻ തോന്നി. ആ ഒരു സന്തോഷം കൂടെ പങ്കുവയ്ക്കുന്നു. TCV ഗംഭീര കവറേജാണ് നടത്തുന്നത്. TCV പ്രേക്ഷകർക്ക്, TCV ചാനൽ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസ തരുന്നു. താങ്ക് യു.